ഞാനാ ബാബു. പണ്ട് ആശാനോട് ജയിലുണ്ടായിരുന്നല്ലേ? ആ ബാബു. അതെ ആശാനെ. ഇതാ. താങ്ക്സ്. ഇതാ. എന്തിനാ ഇത്? എന്തൊരു സമ്മാനം. നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അത് തന്നെയാ എനിക്കുള്ള സമ്മാനം. ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദിയായിട്ടെങ്കിലും. കൂലിക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. എന്റെ ആശാനെ അങ്ങനെയൊന്നും വിലക്ക് മേടിക്കാൻ പറ്റില്ല പെങ്ങളെ. പെങ്ങള് വേഗം വീട് പറ്റാൻ നോക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ. ഏതാടാ സ്ത്രീ? ആർക്കറിയാം? നീ എങ്ങനെ ഇവിടെ വന്നു? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു. സത്യത്തിൽ ഇപ്പൊ ഇവിടെ വരേണ്ട ഒരു കാര്യവും എനിക്കില്ല. ആശാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചായിരിക്കും. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിനക്ക് വേലയില്ല, വരുമാനമില്ല, പക്ഷെ എങ്ങനെ ജീവിക്കുന്നു? ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആശാനെ. ആവശ്യത്തിലേറെ പണവും പോക്കറ്റിട്ടുകൊണ്ടാണ് പലരും റോഡെ നടക്കുന്നത്. അവന്മാര് ചിലർ ബസ്സിലും കയറും. അപ്പൊ പാക്കറ്റടിയാ ബിസിനസ്? ഏയ്, വല്ലവന്റെയും പോക്കറ്റിൽ കയറുന്നത് കുറഞ്ഞ പണിയല്ലേ ആശാനെ? ഇത് കണ്ടോ, പോക്കറ്റ് ഞാൻ ഇഞ്ഞു വെട്ടിയെടുക്കും. ഇതാ ഭയങ്കര. ആശാനെ, പാവപ്പെട്ടവന്റെ 10 പൈസ ഞാനിതുവരെ എടുത്തിട്ടില്ല. എന്റെ നോട്ടം മറ്റവനാ, ബ്ലാക്ക് മണി. ആശാൻ ഈ വാച്ച് കണ്ടു, ഇതെങ്ങനെ അടിച്ചെടുത്തെന്ന് അറിയാവോ? ഭാര്യ. കാപ്പി. ഇത് എന്റെ ഭാര്യ നിർമ്മല. ഇതാണ് ബാബു. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്? ഓ, ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അല്ലേ? ഞാനൊരു ഒറ്റ കൂത്തിന് അവളെ. ഒറ്റ കുത്തിന് ഇവനൊരാളെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരോ പോയി ആളെ കുത്തിയും കൊന്നു. ഇവൻ കുരുക്കലുമായി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എടാ, നീ കാപ്പി കുടിക്ക. എടാ പൂളെ, ജയിൽ പോകുന്നവല എന്നെ പോലെ കുരുക്കിലാകുന്നവരാണെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആശാനെ, അത് ഞാൻ അറിഞ്ഞു. ഹലോ, എങ്ങോട്ടാണ്? നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? ഓ, അന്നത്തെ മാല. ആ, അത് തന്നെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഒന്ന് മാറ്റിയിടുകയാണ്. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ജോലി തേടി നടക്കുകയാണ്. അതിനുവേണ്ടി ഒരാളെ കാണാൻ പോയിരുന്നു. ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവോ? മനസ്സിലായില്ല. ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റിയൊരു ജോലി തരാമെന്നാ പറഞ്ഞത്. എന്താ ജോലി? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. പോരെ? ശരി. എങ്കിൽ വരൂ. രാജേന്ദ്രൻ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് നേരത്തെ അറിയാം. ബുദ്ധിയും തന്റേടവുമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ബാബുവിനെ. അവനങ്ങനെ സ്ഥിരമായ ഒരു താവളമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബു ഇവിടെ ഉണ്ട്. മിസ്റ്റർ ബാബു, നീ എങ്ങനെ ഇവിടെ എത്തി? ആശാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ഇനി കാര്യം പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്. അത് പിന്നെ സാരമില്ല. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം രൂപയോ? എന്താ പോരെ? അല്ല, ജോലി എന്താണെന്ന് അറിയാതെ. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ജോലിയാണ്. നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം. അതിന് 5 ലക്ഷം രൂപയോ? എക്സ്ക്യൂസ് മീ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു പിടിയും കിട്ടണ്ട ആശാനെ.
ഞങ്ങൾ ആരോടും എപ്പോ വേണമെങ്കിലും ഫോണിൽ സംസാരിക്കാം. വേണമെങ്കിൽ നല്ല കല്ല് വെച്ച തെറിയും പറയാം. ഉണ്ടായിരിക്കട. എന്റെ ഭർത്താവ് ഈ നാട്ടിലൊരു കോടീശ്വരനാണ്, കേട്ടിരിക്കും. മിസ്റ്റർ ഗിരിജ വല്ലഭ മേനോൻ. അയ്യോ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോർട്ടർ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. പേര് രജനി. നിറത്തിനൊത്ത പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്, വീന. അവളെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകണം. 10 ലക്ഷം രൂപ തന്നാൽ മകളെ വിട്ടുതരാമെന്ന് മേനോന് നിങ്ങൾ ഫോൺ ചെയ്യണം. സന്തോഷം. പോകാം. ആശാനെ തിരുപിടി പോകാതെ. രൂപ 5 ലക്ഷം. നിങ്ങളുടെ ഭർത്താവിനെ തപ്പിക്കൊണ്ടു പോയാൽ മതിയോ? അതുകൊണ്ട് പ്രയോജനമില്ല. പരമലുബ്ധനാണ് അദ്ദേഹം. പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കും. മിസ്സിസ് മേനോൻ ക്ഷമിക്കണം, ഇത് വകുപ്പ് കിഡ്നാപ്പിംഗ് ആണ്. വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല. കടി ഞാൻ കൊണ്ടോളൂ ആശാനെ. നീ നിന്റെ കൈ. മിസ്റ്റർ രാജേന്ദ്രൻ, പണം ഉണ്ടാക്കാൻ വേണ്ടി വീണയും ഞാനും കൂടിയിട്ടൊരു പരിപാടിയാണിത്. അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിക്കും. അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും 10 ലക്ഷം രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ മേനോന് ഫോൺ ചെയ്യണം. അദ്ദേഹം പണവുമായി വരും. നമ്മൾ പണം വാങ്ങുന്നു, പെണ്ണിന്റെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു, വൈമണീസുമായി നമ്മൾ പോകുന്നു. That's all. 50-50. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തിക്കൊണ്ടുപോകേണ്ടി വരുമെന്ന്. ഹേയ്, അത് വേണ്ട. പക്ഷെ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ആദ്യമായി നിങ്ങളുടെ മകളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം. എന്റെ അഭിപ്രായമാണ് അവളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. മേഡം, എക്സ്ക്യൂസ് മീ. ആശാനെ, കാശിന് അത്യാവശ്യമുള്ള സമയമല്ലേ, വരും വരാതി ഒന്നും നോക്കണ്ടേ? നീ ഒന്ന് അടങ്ങുന്നില്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്ത് ചാടാവും. എന്റെ ഒരു സ്നേഹിതൻ വന്നിരുന്നു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കാതെ പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്. ഓക്കെ. മിസ്റ്റർ രാജേന്ദ്രൻ, കോവളത്തിൽ കോട്ടയത്തിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. പകൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല. രാത്രി 9 മണി കഴിഞ്ഞ് ഞാൻ ബീനിയും കൊണ്ട് അവിടെ വരും. ശരി. ഇതാ, ഇതിരിക്കട്ടെ. ഇത് ഞങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. ആക്സിഡന്റിൽ കാലൊടിഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഡോക്ടർ? എക്സ്റേ എടുക്കും, പിന്നെ പ്ലാസ്റ്റർ ഇടും. പ്ലാസ്റ്റർ ഇട്ടാൽ എപ്പോഴാണ് അഴിക്കുക? ഒടിഞ്ഞ എല്ലുകൾ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ കെട്ടഴിക്കും. വെരി ഗുഡ്. നമുക്ക് ഒടിയാത്ത ഒരു കാലിന് പ്ലാസ്റ്റർ ഇടണം. പഞ്ഞിക്ക് പകരം ഞങ്ങൾ തരുന്ന ഒരു സാധനം അതിനുള്ളിൽ വെക്കണം. മനസ്സിലായില്ല? മാഹിയിൽ നിന്നും ഞങ്ങളുടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. കാലൊടിഞ്ഞ് ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് അവൾ വരുന്നത്. അവളിലൂടെ ആ സാധനം ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തണം. അത് ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. 1 മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പണം ഞാൻ നിങ്ങൾക്ക് തരും. അതാരും അറിയുകയുമില്ല. എന്തു പറയുന്നു? All right. Are you ready? Ready, sir. Thank you.
മാർഗം പുതിയ ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എഴുതിയിരിക്കുന്ന കഥയുടെ തുടക്കവും നായികാനായകന്മാരുടെ ഒളിച്ചോട്ടമാണ്. അതുകൊണ്ട് എന്റെ കഥയ്ക്ക് ഒരു ചാൻസ് കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് ലീവ് എടുക്കാതെ ഞാനും അവരുടെ പുറകെ പോവുകയാണ്. സാറിന്റെ ചാൻസ് ഞാൻ അടിച്ചെടുത്ത് കളയുമെന്ന് പേടിക്കണ്ട. സാറും ഉടനെ വന്നാട്ടെ. 2 കഥയും നമുക്ക് ഒരേ സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം എന്ന് കഥാവചനം പ്രാപ്ര. നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന എന്താ? ബീന എവിടെ മിസ്റ്റർ? പണം എവിടെ? പണം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലല്ലോ. എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന ഞാൻ സാക്ഷിയാണ്. പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നില്ലേ? പെട്ടി തന്നു. എന്നാൽ അതിനകത്തുണ്ടായിരുന്ന എന്താണ് തുറന്നു നോക്കിയാട്ടെ. മിസ്റ്റർ, നിങ്ങൾ ബുദ്ധിമാനായിരിക്കും. പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട. പണം മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അഭ്യാസം കാണിക്കാനോ? മര്യാദയ്ക്ക് ഉടനെ ബീനെ ഇവിടെ കൊണ്ടുവരണം. വെരി സോറി മാഡം. നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മിസ്റ്റർ, ഇത് രജനിയാണ്. എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ബീനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറ്റമല്ലേ? എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് കുറ്റമല്ലേ? ഇതിനൊക്കെ എന്താ ഒരു തെളിവ്? തെളിവോ? കടൽ തീരത്തുള്ള കോട്ടയിൽ നിങ്ങളല്ലേ വാടകയ്ക്കെടുത്തത്? ആ ഒരൊറ്റ തെളിവ് മാത്രം മതി നിങ്ങളെ ജയിലിലയക്കാൻ. ശ്രീമതി ബുദ്ധിരാക്ഷസി, നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു. എന്റെ അലമാരയിൽ ഞാനത് ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ. നമുക്ക് ഇനിയും കാണാം.